എന്താ ഏട്ടത്തി? അല്ല, സ്വരമാധുരി. അല്ല എന്ന് വെച്ചാൽ എന്താ? എന്നുവെച്ചാ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ എല്ലാരും അങ്ങനെ പറയാറില്ലേ? അത്രേ ഉള്ളല്ലേ? എന്താ വരുൺ, എന്തിനവരെ പരിഹസിക്കുന്നേ? അല്ല, എനിക്ക് പോവാൻ സമയായി. അതെന്താ ശ്യാമേ, കൊറേ നേരം കൂടി കഴിഞ്ഞിട്ട് പോവാലോ. ഞാൻ ഇനിയും വരുമല്ലോ, എപ്പോഴും വരുമല്ലോ, പിന്നെന്താ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാലേ, മോളെ പിരിഞ്ഞൊരു നിമിഷം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്മയെ പിരിഞ്ഞ് എന്നെ കൊണ്ടും പറ്റില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, താന് അമ്മയുടെ കൂടെ അങ്ങ് പൊയ്ക്കോ. എടോ, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവില്ലേ? ഞാന് അമ്മയുടെ കൂടെ തന്നെ വേണം, അതുകൊണ്ടാ അമ്മയുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. തന്നെ കാണണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. മാഡം, ഇന്നത്തെ ഒരു ദിവസം രാധികയെ പരിപൂർണമായിട്ട് അങ്ങ് വിട്ടു തന്നിരിക്കുക. താങ്ക്സ് വരുൺ. പിന്നെ പരമേശ്വരൻ സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എന്റെ സ്വത്തുവകകൾ എന്നെങ്കിലും കണ്ടെത്തുന്ന എന്റെ മകൾക്കുള്ളതാണെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതാ. വേണ്ടപ്പെട്ടവരോടത് പറയുകയും ഏർപ്പാടാക്കുകയും ഒക്കെ ചെയ്തിരുന്നതാ. ഇനിയിപ്പോ മോളുടെ പേരിൽ മാത്രമല്ല, ആ സ്വത്തുക്കൾ മോളുടെയും വരുണിന്റെയും പേരിൽ എഴുതി വെക്കാനാ എന്റെ തീരുമാനം. അയ്യോ മാഡം, അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ സംസാരിക്കണ്ട. സംസാരിക്കണം വരുൺ. ഞാൻ വിൽപത്രം പോലും എഴുതി വച്ചിട്ടുള്ളതാ. വരുൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും നാളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് രാധികയുടെ അമ്മയായി ശ്യാമ വന്നത് അവളുടെയും ഈ കുടുംബത്തിന്റെയും ഭാഗ്യമൊന്നാണ്. പക്ഷേ രാധിക മകളായി പറഞ്ഞത് ശ്യാമയുടെയും ഭാഗ്യാണ്. അതെ ജയഭാരതിയമ്മ, കാണുന്നവരെല്ലാം എന്റെ പുനർജന്മമാണെന്ന് എന്റെ മോളെ പറ്റി പറയുന്നത്. അങ്ങനെ നോക്കിയാ ഞാൻ എത്രയോ കാലം എന്റെ മോളിലൂടെ ജീവിക്കും. എല്ലാം ഈശ്വരാനുഗ്രഹം.